ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 14 അധ്യായം 31 വാക്യം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. നടക്കുവാനാവാത്ത വിധം വ്രണം ബാധിച്ച് ഒരു ഭിക്ഷക്കാരൻ ഷിമാഗോ കോളേജിനടുത്ത് വഴിയരികിൽ കിടന്നിരുന്നു. മനം മടുപ്പിക്കുന്ന കാഴ്ച, സഹിക്കാനാവാത്ത ദുർഗന്ധവും. ആ വഴി പോയവരെല്ലാം എന്തെങ്കിലും നാണയം ദൂരെ നിന്ന് അയാൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പോവുകയാണ് പതിവ്. ഒരു ദിവസം ഒരു പ്രൊഫസർ അതുവഴി പോയി. ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ അലിവ് തോന്നിയ അദ്ദേഹം പോക്കറ്റിൽ നിന്നും ഒരു നാണയമെടുത്ത് ഭിക്ഷക്കാരൻ്റെ അടുത്തെത്തി അയാൾക്ക് കൊടുത്തു. ഭിക്ഷക്കാരൻ പ്രൊഫസറോട് പറഞ്ഞു, സാറേ, നിങ്ങളുടെ പണമല്ല എനിക്ക് വേണ്ടത്, നിങ്ങളുടെ മുഖമാണ്. എന്നോട് സംസാരിക്കുവാനും എൻ്റെ അടുത്ത് വരുവാനും ആരും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും നാണയത്തൊട്ടുകൾ ദൂരെ നിന്ന് എറിഞ്ഞിട്ട് വേഗത്തിൽ നടന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. ഇത് കേട്ട് പ്രൊഫസർ ആ ഭിക്ഷക്കാരൻ്റെ അടുത്ത് ചെന്ന് സ്നേഹമായി സംസാരിച്ചു. മനസ്സിൻ്റെ ഭാരങ്ങളും വേദനകളുമെല്ലാം അയാൾ പ്രൊഫസറോട് പങ്കുവച്ചു. പ്രൊഫസർ ഭിക്ഷക്കാരന് വേണ്ട സഹായങ്ങൾ നൽകി. ഹൃദയത്തിലെ വേദനകൾ ഒഴിഞ്ഞ ആശ്വാസത്തോടെ ആ മനുഷ്യൻ പിറ്റേ ദിവസം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അയാളുടെ ശവസംസ്കാരത്തിന് വേണ്ട ചെലവുകളും ആ പ്രൊഫസർ തന്നെയാണ് വഹിച്ചത്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു തണലായിട്ട് മാറാറുണ്ടോ? നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന അനുഭവമുള്ളതായി തീരുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അർത്ഥപൂർണമായി തീർന്നത്. അപ്രകാരമുള്ള അർത്ഥപൂർണമായൊരു ക്രിസ്തീയ ജീവൻ നയിപ്പാൻ ഇന്നത്തെ പ്രഭാതത്തിലെ ഈ വചന കേൾവി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിലൂടെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവരെയും ഒറ്റപ്പെട്ടവരെയും സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കൈത്താങ്ങൽ നൽകുവാനും ദൈവമേ, ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എളിയവരെ ആദരിക്കുവാനും അവരോട് ആവശ്യമായിട്ടുള്ള കരുതൽ കാണിക്കുവാനും തക്കവണ്ണം ഓരോ ദിവസവും ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.